ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ഒരു നോഡ് സെർവർ സെറ്റ് ചെയ്യാൻ നോക്കാം. 2 റൗട്ട് നമുക്ക് അതിനായിട്ട് സെറ്റ് ചെയ്യാം. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്, Nodejs എന്ന് പറഞ്ഞ്. അതിനകത്ത് ടെർമിനൽ ഓപ്പൺ ചെയ്ത് ഞാൻ VS കോഡ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിങ്ങളുടെ ടെർമിനൽ ഇല്ലെങ്കിൽ ഇവിടെ മേലെ ലിങ്കിൽ CMD എന്ന് ടൈപ്പ് ചെയ്താൽ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആവും. സോ ഇതിനകത്ത് നമ്മൾ കോഡ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറൻ്റ്ലി നിൽക്കുന്ന ഫോൾഡറിനകത്ത് VS കോഡ് ഓപ്പൺ ആവും. ഇപ്പോൾ നമ്മൾ ആ കറക്റ്റ് ഫോൾഡറിനകത്ത് VS കോഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടെർമിനലിൽ npm init -y നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾക്കൊരു പാക്കേജ് JSON ഫയൽ കാണാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ്. ഇനി നമ്മൾക്കൊരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. index.js എന്നാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ എക്സ്പ്രസ് വെച്ചിട്ടാണ് നമ്മൾ സെർവർ സെറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് const express ഈക്വൽ ടു റിക്വയർ, എന്നിട്ട് നമുക്ക് എക്സ്പ്രസ്സിനെ ഇമ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. സോ npm install express ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി ഇവിടെ റിക്വയറിൻ്റെ അടുത്ത് നമുക്കൊരു സ്ട്രിങ്ങിനകത്തായിട്ട് എക്സ്പ്രസ് എന്ന് പാസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ ആപ്പ് എന്ന കോൺസ്റ്റൻറ്റിലേക്ക് ചേഞ്ച് ചെയ്യാം. സോ കോൺസ്റ്റ് ആപ്പ് ഈക്വൽ ടു എക്സ്പ്രസ് ബ്രാക്കറ്റ്. ഓക്കെ, ഇനി നമ്മളുടെ ആപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ആപ്പ് ഡോട്ട് ലിസൺ എന്നിട്ട് ഒരു പോർട്ട് നമ്പർ പാസ് ചെയ്ത് കൊടുക്കാം. 3000 അല്ലെങ്കിൽ 3200, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോർട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ 3200 ആണ് കൊടുക്കുന്നത്. നമുക്ക് ഈ 3200 ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മളുടെ സെർവർ റണ്ണിങ് അല്ലാത്തതുകൊണ്ട് ആ സൈറ്റ് റീച്ച് ആവില്ല. അതിനായിട്ട് നമുക്ക് ഇവിടെ ടെർമിനലിൽ നോഡ് index.js നമ്മളുടെ സെർവറിനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മളിത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് റൺ ആവുന്നുണ്ട്, പക്ഷെ നമുക്ക് കൺസോൾസ് ഒന്നും കാണുന്നില്ല. നമുക്ക് ആ സൈറ്റിലൊന്ന് കയറി നോക്കാം. നമ്മളുടെ സെർവർ റൺ ആവുന്നുണ്ട്, പക്ഷെ ഒരു എറർ കാണാം, കനോട്ട് ഗെറ്റ് സ്ലാഷ്. അത് നമുക്ക് ഫിക്സ് ചെയ്യാം, അത് റൗട്ട് ഇല്ലാത്തത് കൊണ്ടാണ്. ഫസ്റ്റ് നമുക്ക് ഈ 3200-ൻ്റെ കൂടെ നമുക്കൊരു കൺസോളും കൂടെ പാസ് ചെയ്ത് കൊടുക്കാം, ഒരു ഫംഗ്ഷൻ. സോ ഒരു ആരോ ഫംഗ്ഷൻ പാസ് ചെയ്യാണ്. അതിനകത്ത് console.log എന്നിട്ടൊരു സ്ട്രിങ് ആപ്പ് ഈസ് റണ്ണിങ്. ഇനി ടെർമിനലിൽ Ctrl+C അടിച്ചിട്ട് നമ്മളുടെ സെർവർ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആപ്പ് ഈസ് റണ്ണിങ് എന്ന കൺസോൾ നമുക്ക് കാണുന്നുണ്ട്. ഇതിപ്പോൾ നമ്മളുടെ ആപ്പ് റൺ ആവുന്നുണ്ടെന്ന് നമുക്കൊരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഈ പോർട്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഇവിടെ 3000 എന്ന് ഞാൻ കൊടുക്കുകയാണ്. ഇനി ഇത് റൺ ആവണമെങ്കിൽ ഒന്നുകൂടെ സ്റ്റോപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം. ഇനി നമ്മളുടെ ബ്രൗസറിൽ 3000-ലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ ഇത് വർക്കാവൂ. 3200-ൽ കാണില്ല. 3000-ൽ പോയി നോക്കാം. കണ്ടോ, അത് വർക്കാവുന്നുണ്ട്. ഇനി നമ്മളുടെ കോഡിൽ ഈ പോർട്ടിന് നമുക്കൊരു സെപ്പറേറ്റ് വേരിയബിളാക്കി മാറ്റാം, ഒരു കോൺസ്റ്റൻറ്റ് വേരിയബിൾ ആക്കാം. ഇങ്ങനെ ഡയറക്റ്റ് പോർട്ട് കൊടുക്കുന്ന ഒരു നല്ലൊരു രീതിയല്ല. സോ കോൺസ്റ്റ് പോർട്ട് 3000-ഓ 3200-ഓ നിങ്ങളുടെ ഏതാ പോർട്ടെന്ന് വെച്ചാൽ, എന്നിട്ട് അതിവിടെ പാസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഇത് സ്റ്റോപ്പ് ചെയ്ത് നമ്മുടെ ആപ്പ് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഈ സ്റ്റോപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട് നമുക്ക് Nodemon ഇൻസ്റ്റാൾ ചെയ്യാം. അതിനായിട്ട് npm install -g Nodemon. ഇത് ഗ്ലോബലായിട്ട് ഇപ്പോൾ ഇൻസ്റ്റാൾ ആവും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ Nodemon എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് റൺ ആവുന്നുണ്ട്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോൾ ചേഞ്ച് ചെയ്ത് സേവ് ചെയ്താലും അത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ സെർവർ സ്റ്റോപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓരോ സേവിലും റീസ്റ്റാർട്ട് ആയിക്കോളും. ഇനി ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്കേജ് JSON ഫയലിനകത്ത് നോക്കുന്നുണ്ട്. അത് index.js ഫയലാണത് മെയിൻ ഫയലായിട്ട് നോക്കുന്നത്. ഇൻ കേസ് നമ്മളുടെ പേര് app.js ആണെങ്കിൽ കറക്റ്റായിട്ട് അത് പാസ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ Nodemon എന്ന് ടൈപ്പ് ചെയ്യുമ്പം ഒരു എറർ കാണിക്കുന്നുണ്ട്, ആ ഫയലില്ലെന്ന് പറഞ്ഞ്. സോ നമ്മളുടെ ഫയലിന് എന്ത് പേരാണോ കൊടുക്കുന്നത് അത് പാക്കേജിനകത്ത് മെയിൻ ഫയലായിട്ട് കൊടുത്താൽ മാത്രമേ Nodemon വർക്കാവുള്ളൂ. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടുള്ള പേര് പാക്കേജിനകത്ത് പാസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് റൗട്ട്സ് സെറ്റ് ചെയ്യാം. നമ്മളെ ഫസ്റ്റ് റൗട്ടാണ്. ഇനി നമ്മൾ ബ്രൗസർ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കനോട്ട് ഗെറ്റ് സ്ലാഷ് എന്ന് കാണാമല്ലേ. ഇതിനുള്ള റൗട്ട് നമുക്ക് ഫസ്റ്റ് സെറ്റ് ചെയ്യാം. അതിനായിട്ട് app.get എന്നിട്ട് ബ്രാക്കറ്റിനകത്ത് ഫസ്റ്റ് ആ റൗട്ട് പാസ് ചെയ്ത് കൊടുക്കാം, സ്ലാഷ്, അതായത് കറണ്ട് പേജ്. ഇപ്പോൾ നമ്മൾ പോർട്ട് 3200 ആണ് കറണ്ട് പേജ്. ഇതിനുള്ള റൗട്ടാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇപ്പുറത്തായിട്ട് ഒരു ഫംഗ്ഷൻ പാസ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ആരോ ഫംഗ്ഷനാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിന് 2 പാരാമീറ്റേഴ്സ് വരും. ഒന്ന് റിക്വസ്റ്റ്,
റെസ്പോൺസ്. RES ഇതാണ് കൺവെൻഷനായിട്ട് പൊതുവെ എക്സ്പ്രസ്സിൽ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് റെസ്പോൺസ് പാസ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് റെസ്പോൺസ് ഡോട്ട് സെൻഡ് എന്നിട്ടൊരു സ്ട്രിങ് പാസ് ചെയ്ത് കൊടുക്കാം. തൽക്കാലം ഹലോ ആപ്പ് വർക്ക്സ് ഫൈൻ എന്ന് കൊടുക്കാം. ഓക്കെ, സേവ് ചെയ്തു. റിഫ്രഷ് ചെയ്ത് നോക്കിയാൽ അത് പ്രോപ്പറായിട്ട് ആ റൗട്ട് സെറ്റ് ആവുന്നുണ്ട്. ഇനി നമുക്ക് ഈ റൗട്ടിനെ ഒന്ന് കോപ്പി ചെയ്ത് സെക്കൻഡ് ഒരു റൗട്ട് ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ എൻഡ് പോയിൻ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ന്യൂ എന്ന് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ദിസ് ഈസ് ന്യൂ ഡാറ്റ എന്ന് കൊടുക്കാം. നമുക്ക് ആ പാത്തിലോട്ടൊന്ന് പോയി നോക്കണം. /new. ഓക്കെ, അത് പ്രോപ്പറായിട്ട് റൺ ആവുന്നുണ്ട്. സോ ഇങ്ങനെയാണ് ബേസിക്കായിട്ട് നോഡ് സെർവർ സെറ്റ് ചെയ്യുന്നത്. സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾക്കിനി ഇതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.